IGNOU BSOG 171 Indian Society Images and Realities. ഇന്ത്യൻ സമൂഹം യാഥാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ ബിംബങ്ങളും. നമുക്ക് ഇതിലെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു. അതിലെ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. What are the two forms of states that emerged in ancient India? Discuss. പുരാതന ഭാരതത്തിൽ രൂപപ്പെട്ടു വന്ന രണ്ട് തരം സ്റ്റേറ്റുകൾ എപ്രകാരമുള്ളതായിരുന്നു? അതായത് ഗണസംഘങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്റ്റേറ്റുകളും മൊണാർക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്റ്റേറ്റുകളും പുരാതന ഭാരതത്തിൽ രൂപപ്പെട്ടു വന്നു. BC 6ാം നൂറ്റാണ്ടിലെ 16 ജനപദങ്ങൾ രൂപപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നു. രാജ്യം എന്ന വാക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. രാജ്യമോ രാജാവോ ഉണ്ടായിരുന്നില്ല. പകരം ജനങ്ങളുടെ ഒരു അസോസിയേഷൻ, ജനപദം. അതിൽ ശക്തമായ ജനപദങ്ങള് മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഇതാണ് BC 6th സെഞ്ചുറിയിലെ, ഇത് ബുദ്ധമത പുസ്തകത്തിലെ അംഗുത്തര നികായകത്തിൽ നിന്ന് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ 16 ജനപദങ്ങളുടെയും പേരുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവന്തി, കോസലം, മല്ല, വജ്ജി, ശുരു, കുരു, പാഞ്ചാലം, ശൂരസേനം, അശ്മകം എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ. അതിലേറ്റവും ശക്തി പ്രാപിച്ചത് മഗധയാണ്. മഗധ പിന്നീട് വലിയ പ്രാമാണ്യമുള്ള ഒരു മഹാജനപദമായി മാറുന്ന കഥയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ആൻസർ നമുക്ക് ബ്ലോക്ക് 1-ൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3-ലെ പേജ് 38-ലെ 3.3-ലെ ആൻസർ ഉണ്ട്. The role of agriculture in the transformation of a social organization that led to the emergence of state structure in ancient India. കൃഷിയുടെ പുരോഗമനം, അതായത് ഗംഗാ സമതലത്തിൽ അലൂവിയൽ സോയില് വളക്കൂറുള്ള എക്കൽ മണ്ണ് ഒഴുകി വന്നപ്പോൾ അവിടെ കൃഷിക്ക് യോഗ്യമായ മണ്ണാണെന്ന് അവർ കണ്ടെത്തിയത്. ഇത് വലിയ നേട്ടമാണ്. ആ കാർഷിക പുരോഗതി തീർച്ചയായിട്ടും വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പുരാതന ഭാരതത്തിൽ. അപ്പോൾ രാജ്യങ്ങൾ ഒക്കെ വളരുകയായിരുന്നു എന്നർത്ഥം. അതിൽ ചില രാജ്യങ്ങളുടെ പേരുകളാണ് കാംബോജം, ഗാന്ധാരം, അശ്മകം, അതുപോലെ തന്നെ ടക്ഷില, അതുപോലെ തന്നെ ഹൈച്ചത്ര, ഇങ്ങനെയുള്ള മഹാജനപദങ്ങൾ രൂപപ്പെട്ടു വന്നു. മഗധ, കോസലം, പാഞ്ചാലം എന്നിങ്ങനെ. ദി ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ടു സ്റ്റേറ്റ്. അത്ര നാളും സ്റ്റേറ്റ് അഥവാ ഭരണകൂടമില്ലാത്തൊരു സമൂഹമായിട്ട് ആര്യന്മാര് ഇടയ ജീവിതം നയിച്ച് ആടുമാടുകളെ മേയിച്ച് നടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ ഇതാ അവരെ ഭരിക്കുവാൻ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായി ഭാരത ചരിത്രത്തിൽ ഉണ്ടാവുന്നു. ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ട്രാൻസിഷൻ അത് ഒരു പ്രത്യേക ജങ്ക്ടറിലെത്തുകയാണ്, ഘട്ടത്തിലെത്തുകയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. It happened at a point when agricultural production and social relations in society reached the stage where producing agricultural surplus was possible. അതായത് കാർഷിക പുരോഗതിയും ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും കൃഷിയുടെ കുറിച്ച് സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളും മനുഷ്യനെ കുറെ കൂടി മികച്ച കാർഷിക ഉൽപാദനത്തിന് പ്രേരിപ്പിച്ചു. മിച്ചധാന്യത്തിന്റെ ഉൽപാദനം അത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് പണം ഉണ്ടാക്കാൻ അവർ പഠിച്ചു. അങ്ങനെ കൂടുതൽ സമ്പത്താർജിക്കാനും കൂടുതൽ കരുത്തന്മാരാകാനും രാഷ്ട്രങ്ങൾക്ക് കഴിയുന്ന ഒരു ഘട്ടം ഇവിടെയാണ്. ഇതൊരു പ്രത്യേക ഘട്ടമാണ്. ദിസ് പീരിയഡ് ഡെപിക്റ്റഡ് in the Mahabharata that is dated to around 1st century AD. ഇത്തരം ഒരു പുരോഗതിയുടെ ഒരു കാലഘട്ടം മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ടിൽ BC അവസാനിച്ചതിന് ശേഷം ചില ഫ്യൂഡൽ കിങ്ഡംസ് രൂപപ്പെട്ടു വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടുവാഴി പ്രമാണിമാരായ രാജാക്കന്മാരുടെ രാജ്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു. അതിനൊക്കെ മുമ്പ് BC-യിൽ മൗര്യ രാജവംശം BC 3-ാം നൂറ്റാണ്ടിലൊക്കെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേഷ്ടാവും മറ്റുമൊക്കെ മന്ത്രിയുമൊക്കെ ആയിരുന്ന കൗടില്യൻ തന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതി. ഇതിൽ അർത്ഥശാസ്ത്രത്തില് അദ്ദേഹം പറയുന്നുണ്ട്, അത് വളരെ രാജ്യഭരണത്തെ സംബന്ധിച്ച പുരാതന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ആധികാരിക ഗ്രന്ഥം എന്ന് പറയാം. അതില് ഒരു സ്റ്റേറ്റിന് 7 ഘടകങ്ങൾ വേണമെന്ന് പറയാൻ. രാജാവ്, മന്ത്രി, ജനങ്ങൾ, കോട്ട, പിന്നെ ഖജനാവ്, സൈന്യം, ചാരസമൂഹം എന്നിങ്ങനെ സ്പൈ സിസ്റ്റം. എന്തായാലും ഹിസ്റ്റോറിയൻസ് ഹാവ് ആർഗ്യൂഡ് ദാറ്റ് ദ യൂസ് ഓഫ് അയൺ കപ്പിൾഡ് വിത്ത് ദ കൾട്ടിവേഷൻ വാസ് സിഗ്നിഫിക്കന്റ് ഇൻ ദിസ് ട്രാൻസിഷൻ ഫ്രം stateless to state society in ancient India.
ചരിത്രകാരന്മാരുടെ വാദം ഇതാണ്, അതായത് ഇരുമ്പിന്റെ ഉപയോഗം ഒപ്പം വൻതോതിലുള്ള ഗണ്യമായ കൃഷിയുടെ പുരോഗതി, ഇത് രണ്ടും ഈ ട്രാൻസിഷന് കാരണമായി. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ നിന്ന് പുരാതന ഇന്ത്യയിലെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫോർമേഷന് കാരണമായി. Therefore, അതുകൊണ്ട് you will find that Ganga Valley was the place where the first republic of ancient India, പുരാതന ഭാരതത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഗംഗാ വാലിയാണ്. that developed which is called ഗംഗാ ഷാങ്നാസ്. ഓക്കെ, ഗണസംഘങ്ങൾ എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഏകദേശം ജനാധിപത്യ രീതിയിൽ രൂപീകരിച്ച കുറെ ഗണങ്ങളുടെ കൂട്ടം എന്ന് പറയാം. അവര് ആ ഗണ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി അസംബ്ലി കൂടിയിട്ടാണ് ഓരോ തീരുമാനങ്ങളെടുത്ത് അവരുടെ ഗണസംഘങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ രണ്ടു തരം സ്റ്റേറ്റുകളാണ്. അതിലൊന്ന് ഗണസംഘങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത് തീർച്ചയായിട്ടും ദ പ്രസൻസ് ഓഫ് പെരെ. എന്തുകൊണ്ടാണ് ഈ ഗണസംഘങ്ങളും അതുപോലെ തന്നെ സാമ്രാജ്യങ്ങളും ഉണ്ടായി വന്നത്? രണ്ട് വ്യത്യസ്ത തരത്തിൽ, രണ്ട് എണ്ണമാണ് ഗണസംഘങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി 16 ജനപദങ്ങളിൽ 2 എണ്ണമാണ് മഹാജനപദങ്ങളിൽ 2 എണ്ണമാണ് ഗണസംഘങ്ങളുടെ രൂപത്തിലുണ്ടായിരുന്നത്, റിപ്പബ്ലിക്കുകളുടെ രൂപത്തിൽ. ബാക്കി 14 എണ്ണവും ഈ മൊണാർക്കുകൾ തന്നെയായിരുന്നു, അഥവാ സാമ്രാട്ടുകളുടെ സാമ്രാജ്യങ്ങൾ തന്നെയായിരുന്നു. എന്തുകൊണ്ട്? ദ പ്രസൻസ് ഓഫ് എ പെരേനിയൽ ആൻഡ് ലാർജ് സോഴ്സ് ഓഫ് വാട്ടർ. എന്താണ് പെരേനിയൽ വാട്ടർ എന്ന് പറയുന്നത്? വർഷം മുഴുവൻ വെള്ളം പറ്റാത്ത ഹിമാലയൻ മഞ്ഞുരുകി ഉണ്ടാകുന്ന, വേനൽക്കാലത്ത് മഞ്ഞുരുകിയുള്ള വെള്ളം കൂടുതലേ ഉള്ളൂ, കുറയാറില്ല, വറ്റിപ്പോകില്ല. ആൻഡ് ലാർജ് സോഴ്സ് ഓഫ് വാട്ടർ ഹാസ് ബീൻ seen as the prime requisite for the emergence of a state. ഒരു രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ അവിടെ ജനങ്ങൾ വിശ്വസിച്ച എപ്പോഴും സ്ഥിരമായി താമസിക്കാൻ കഴിയണമെങ്കിൽ ജലലഭ്യത തുടർച്ചയായി ലഭിക്കണം. ഇടക്കാലത്ത് ജലം ലഭ്യമാകാത്ത ഒരു ഇടത്ത് ജനങ്ങൾക്ക് സ്ഥിരമായി താമസിക്കാനാവില്ല. അർബൻ സിവിലൈസേഷൻ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഉണ്ടായതെല്ലാം, നഗര സംസ്കാരങ്ങളെല്ലാം നദിയുടെ തീരങ്ങളിലാണ്. അങ്ങനെ മഗധ എന്ന് പറയുന്ന ഒരു ജനപദം ശക്തി പ്രാപിച്ചു, മഹാജനപദമായി വന്നത്. അവിടുത്തെ ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നു. മഗധ 7 നദികൾ ചുറ്റപ്പെട്ട സ്ഥലം എന്ന അർത്ഥത്തിലാണ് മഗധയുടെ ആദ്യ തലസ്ഥാന നഗരം വരുന്നത്. ആദ്യ തലസ്ഥാനമല്ല, 2ാമത്തെ തലസ്ഥാനം. മഗധയുടെ ആദ്യ തലസ്ഥാനം രാജഗ്രഹമാണ്, 5 കുന്നുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. പിന്നീട് അത് 7 പാടലിപുത്രമാണ്, അത് 7 നദികളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. എന്തുകൊണ്ട്? ദ ഗംഗ ആൻഡ് സോൺ ഫ്ലോഡ് ത്രൂ മഗധ. വാട്ടർ സപ്ലൈസ് ധാരാളം അവിടെ ലഭിച്ചു. അങ്ങനെ ആ ലാൻഡ്, മഗധയുടെ ലാൻഡ് ഫെർട്ടൈലായി. മഗധയിലെ അയൺ ഓറും ധാരാളം ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്നു. അത് അവർക്ക് ഇരുമ്പായുധങ്ങൾ ഉണ്ടാക്കാനും കാർഷിക പുരോഗതിക്ക് ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചു. ഇത് വൻതോതിൽ വിളവ് ലഭിക്കാൻ കാരണമായി. മാത്രമല്ല യുദ്ധത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു മഗധയുടെ പുരോഗതി. അങ്ങനെ യുദ്ധതന്ത്രപരമായിട്ടും അവരുടെ സ്ഥാനം, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അവരെ സഹായിച്ചു. അവർക്ക് മഗധയുടെ കാടുകളിൽ ധാരാളം ആനകളുണ്ടായിരുന്നു. അവർ ആ ആനകളെ പിടിച്ചെടുത്ത് പരിശീലിപ്പിച്ച് സൈന്യത്തിൽ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും മഗധയിലുള്ള അത്രയും ആർമിയിലുണ്ടായിരുന്ന ആനകൾ വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നെ വനങ്ങൾ എന്ന് പറയുന്നത് വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ വണ്ടി ഉണ്ടാക്കാനും ചാരിയോട്ട് രഥങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചു, അതിലെ തടിയും മറ്റു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അയണോറും മൈനും ഒക്കെ മഗധയെ കരുത്തുറ്റ രാജ്യമാക്കി മാറ്റി. സ്ട്രോങ് ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ദ ക്രേഡിൽ ഓഫ് അർബൻ സിവിലൈസേഷൻ വാസ് മെസപ്പൊട്ടോമിയ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. ഒരു കാലത്ത് നഗര സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രിസിന്റെയും നടുക്ക് കിടക്കുന്ന 2 നദികളാണ്. നടുക്ക് കിടക്കുന്ന മെസോപ്പൊട്ടോമിയയാണ്, അഥവാ ഇന്നത്തെ ഇറാഖാണ്. പക്ഷേ ആൻഡ് ദ ഇൻഡസ് റിവർ ആണ് പിന്നീട് 2ാമത് ഹാരപ്പൻ സംസ്കാരം ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ്സ് എ ട്രിബ്യൂട്ടറീസ് ദ സൈറ്റ് ഓഫ് ഇൻഡസ് വാലി ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതാ 3ാമത് സിന്ധു നദിയും കടന്ന് ഇതിപ്പോ വന്നെത്തിയിരിക്കുന്ന ഗാഞ്ചറ്റിക് ഡോബിലാണ്. ദ ഡോബ് ഓർ ദ ഫ്ലാറ്റ് പ്ലെയിൻസ് വാട്ടേഡ് ബൈ ദ ഗംഗ. ഗംഗാ നദി നനച്ചുകൊണ്ടിരിക്കുന്ന ആ പരന്ന സമതലമുണ്ടല്ലോ, അതെ. അതുപോലെ തന്നെ യമുനയും. ദ നോർത്തേൺ പെനിൻസുല ഇന്ത്യ provided the ecological conditions necessary for cultivation and surplus production. കൃഷിക്കും മിച്ചോൽപാദനത്തിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ദ റിപ്പബ്ലിക്സ് ഡെവലപ്ഡ് അലോങ്സൈഡ് മൊണാർക്കീസ്. ഇവയ്ക്ക് ചുറ്റുമായിട്ട് റിപ്പബ്ലിക്കുകൾ രൂപപ്പെട്ടു വന്നു. സോ 2 സ്റ്റേറ്റ് സിസ്റ്റംസ് ഡെവലപ്ഡ് അറ്റ് ദിസ് ടൈം. ഈ കാലഘട്ടത്തിൽ 2 സ്റ്റേറ്റ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തു വന്നു. ഗണസംഘാസ് ആൻഡ് മൊണാർക്കീസ്. ഗണസംഘങ്ങളും മൊണാർക്കികളും. ഗണസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം ജനാധിപത്യ രൂപത്തിലെ പല ചെറു നാട്ടു രാജ്യങ്ങളുടെ ആ ഭരണാധിപന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി, ഒരു സംഘം ഉണ്ടാക്കി. എന്നിട്ട് ഗണം എന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടമാണ്, ഒരു ചെറിയ സ്മോൾ ഗ്രൂപ്പാണ്. സംഘം എന്ന് പറഞ്ഞാൽ അവയുടെയൊക്കെ ചെറിയ കൂട്ടങ്ങളുടെ കൂട്ടമാണ്.
അങ്ങനെ ഒരു റിപ്പബ്ലിക്കൻ ഫോമാണ് ഗണസംഘം എന്ന് പറയുന്നത്. അപ്പോൾ ഗണസംഘങ്ങൾ ഉണ്ടാക്കി. ബാക്കിയൊക്കെ എന്താണ്? മൊണാർക്കികളായിരുന്നു. ചക്രവർത്തി ഒരു ശക്തമായ ഭരണത്തിന് കീഴിൽ ഉള്ള പ്രദേശങ്ങൾ. അങ്ങനെ ജനപദങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ അത് 16ഓളം വരുന്ന മഹാജനപദങ്ങളായി എന്ന കഥയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ ചിലത് ഗണസംഘങ്ങളെന്നും ചിലത് മൊണാർക്കികളെന്നും രണ്ട് വ്യത്യസ്ത തരം സ്റ്റേറ്റ് ഫോർമേഷൻ ഇവിടെ നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് എംപയർ ഓഫ് ഇന്ത്യ, മഗധ എന്ന് പറഞ്ഞത്. അതെ, ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാട്ട് അഥവാ സാമ്രാജ്യം എന്ന് പറയുന്നത് മഗധ എന്ന് പറയുന്ന സാമ്രാജ്യമാണ്. ബിംബിസാരനാണ് അതിന്റെ ഭരണാധികാരി. അങ്ങനെ ബിംബിസാരന്റെ കീഴിൽ മഗധ എന്ന് പറയുന്ന മഹാസാമ്രാജ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. ദിസ് ട്രാൻസിഷൻ ഫ്രം പ്രീ സ്റ്റേറ്റ് ഓർ ലീനേജ് സൊസൈറ്റി ടു സ്റ്റേറ്റ് took place around 1000 to 600 BCE in the mid Ganga Valley. 1000 നും 600 നും ഇടയിലുള്ള കാലഘട്ടം. BC വർഷങ്ങൾ കുറഞ്ഞാണ് വരുന്നത് നമുക്കറിയാം. 1000 നും 600 നും ഇടയിലുള്ള ആ 400 കൊല്ലം എന്ന് പറയുന്നത് ഗംഗാ സമതലത്തിലെ തീർച്ചയായിട്ടും വലിയ പുരോഗതിയുടെ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടമായിരുന്നു എന്ന് പറയാം. അത് ട്രാൻസിഷൻ ആയിരുന്നു എന്ന് പറയാം. അതായത് സ്റ്റേറ്റ് ഇല്ലാത്ത സമൂഹത്തിൽ നിന്ന് സ്റ്റേറ്റ് സൊസൈറ്റി, വളരെ സ്ട്രോങ് ആയ സൊസൈറ്റിയിലേക്ക് രാഷ്ട്രം വളരുകയായിരുന്നു. ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ രൂപീകരണത്തിന്റെ കഥ പറയുന്നുണ്ട് ബുദ്ധമത പുസ്തകങ്ങളിൽ. ടു ഓഫ് ദ മഹാജനപദാസ് വേർ മോസ്റ്റ് പ്രോബബ്ലി ഗണസംഘാസ് ആൻഡ് ദ അതേഴ്സ് ഹാഡ് ഫോംസ് ഓഫ് മൊണാർക്കി. രണ്ടെണ്ണം മഹാജനപദങ്ങൾ 16 ഉണ്ടായിരുന്നു. അതിൽ 2 ഗണസംഘങ്ങൾ അഥവാ അരിസ്റ്റോക്രാറ്റിക് റിപ്പബ്ലിക്കുകളായിരുന്നെങ്കിൽ, അതായത് ഉന്നത കുലത്തിൽപ്പെട്ട കുടുംബക്കാരുടെ ഒരു അസോസിയേഷൻ ആയിരുന്നെങ്കിൽ, ആൻഡ് അതേഴ്സ് ഹാഡ് ഫോംസ് ഓഫ് മൊണാർക്കി. ബാക്കിയുള്ളതൊക്കെ ഏകാധിപതിയായ ചക്രവർത്തിമാരുടെ കീഴിൽ നടിക്കുന്ന രാജ്യങ്ങൾ. മഹാജനപദങ്ങൾ കുറിച്ച് അങ്കൂത്തര നികായം എന്ന് പറയുന്ന ബുദ്ധമത പുസ്തകത്തിൽ പറയുന്നു 16 ഗ്രേറ്റ് കിങ്ഡംസ് ആണ് ഉണ്ടായിരുന്നത്. മഹാജനപദങ്ങൾ ഹാഡ് എ ക്യാപിറ്റൽ സിറ്റി. ഇവയ്ക്കൊക്കെ തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. കോട്ട കൊണ്ട് കവർ ചെയ്യപ്പെട്ട സിറ്റികൾ ഉണ്ടായിരുന്നു. ഹ്യൂജ് വാൾസ് ഓഫ് വുഡ്, മരം കൊണ്ടുണ്ടായ ഒക്കെ വലിയ ഭിത്തികൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ കല്ല് കൊണ്ടുണ്ടാക്കിയ. സുരക്ഷിതത്വത്തിന് അവർ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഒരുപക്ഷെ വലിയ കെട്ടിടങ്ങളും നിർമ്മിതികൾ അവർ എന്തിനു വേണ്ടി പണിതിരിക്കണം? വലിയ കോട്ടകളൊക്കെ പണിതത് തങ്ങളുടെ ആഡംബരം, തങ്ങളുടെ കരുത്ത് വിളിച്ചു പറയുന്നു, ഷോ ഓഫിന് വേണ്ടിയിട്ട്. ബോത്ത് ഗണസംഘാസ് ആൻഡ് മൊണാർക്കീസ് ഹാഡ് ഡിഫറെന്റ് ഫോംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഈ ഗണസംഘങ്ങളും മൊണാർക്കികൾക്കും വ്യത്യസ്ത രൂപത്തിലുള്ള സാമൂഹിക സംവിധാനമാണുള്ളത്. വേർഡ് ഗണ ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് പാലി മീൻസ് ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി. സംസ്കൃതത്തിലും പാലിയിലും ഒക്കെ ഗണ എന്ന വാക്ക് ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥമാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു റെഫർ എ ബോഡി ഓഫ് അറ്റൻഡൻസ് ആൻഡ് ക്യാൻ റെഫർ ടു എനി അസംബ്ലേജ് ഓർ അസോസിയേഷൻ ഓഫ് മെൻ ഫോംഡ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് സം കോമൺ എയിംസ്. പൊതുലക്ഷ്യം നേടാൻ വേണ്ടി ആൾക്കാരുടെ ഒരു സംഘം കൂടുന്നതിനെയും ഗണം എന്ന വാക്ക് ഉപയോഗിക്കും. ഗ്യാതറിംഗ് ഓഫ് എ ഗിവൺ കമ്മ്യൂണിറ്റി. The word Sangha in Sanskrit means association or assembly or company or community. The phrase Ganasangha can be translated as ruled by tribal assembly. ഗോത്ര കൂട്ടുകെട്ട് ഉണ്ടാക്കിയ ഭരണം എന്ന് ഗണസംഘം എന്ന വാക്കിനെ പറയാം. The general makeup of the Ganasangha was either that of a single clan, ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ വംശമായിരിക്കും. ഉദാഹരണത്തിന് ബുദ്ധന്റെയൊക്കെ വംശം, ശാക്യവംശം, or a confederacy of clans, അതായത് അല്ലെങ്കിൽ ചിലത് ഒന്നിലേറെ വംശങ്ങൾ കൂടി ചേർന്ന ഒരു സംഘം, ഒരു കൂട്ടായ്മ. അത് വജ്ജിയൊക്കെ അങ്ങനെയാണ്, ഒന്നിലേറെ വംശങ്ങൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ്. ഇനി മോസ്റ്റ് ഓഫ് ദ ഗണസംഘാസ് ആർ അരിസ്റ്റോക്രാറ്റിക് ഇൻ നേച്ചർ. ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളുടെ ഗണസംഘങ്ങളാണ് മിക്കവാറും. ഫോർ ഇൻസ്റ്റൻസ് ലിച്ചാവികളുടെ ഗണസംഘമാണ് വജ്ജിയിലെ ഭരണവർഗം എന്ന് പറയുന്നത്. Among the Mahajanapada's, the 16 great states in ancient India, 2 of them followed the Ganasangha rule. 16 2 വജ്ജിയും മല്ലയും എന്താണ് ഈ ഗണസംഘം എന്ന രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് പറയാം. സിറ്റീസ് ലൈക്ക് കൗസാംബി, വൈശാലി, രാജഗൃഹ അപ്പിയർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. കൗസാംബയും വൈശാലിയും രാജഗൃഹവും പോലുള്ള പട്ടണങ്ങൾ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു. All these transformations in social organization and state systems was possible because of the increased agricultural production. എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത്? വർദ്ധിച്ച തോതിലുള്ള കാർഷിക അഭിവൃദ്ധിയും പുരോഗതിയും മിച്ച ഉൽപാദനവും. which provided the base for the appearance of cities, states and complex class society. സങ്കീർണമായ ആ വർഗ സമൂഹത്തിന്റെ രൂപീകരണത്തിനും നഗര രൂപീകരണത്തിനും ഒക്കെ ഇത് കാരണമായി എന്ന് പറയാം. The establishment of 16 Mahajanapadas along with their capital cities and standing armies could not be achieved if agricultural surplus was not produced. കാർഷിക മിച്ചം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. This was all the more difficult if the caste system had not divided the labor but also laborers. ജാതി സമ്പ്രദായത്തിലെ തൊഴിലാളികളെ വേർതിരിച്ചില്ലായിരുന്നെങ്കിലും ഇത് പറ്റുമായിരുന്നില്ല എന്ന് പറയാം.
The consolidation of Mauryan Empire under Ashoka's regime is compelling story of these factors. ഇതിനെക്കുറിച്ച് വ്യക്തമായ കഥ പറയുന്നു അശോകന്റെ ഭരണം.